ഞാൻ കാണാൻ ആഗ്രഹിച്ച MLA രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആശമാരുടെ സമരവേദിയിലെത്തിയ രാഹുലിനെ ചേർത്ത് പിടിക്കുകയാണവർ. കഴിഞ്ഞ ദിവസം സഭയെ കീറിമുറിച്ച ആശമാർക്ക് വേണ്ടി രാഹുൽ സംസാരിച്ചപ്പോൾ അത് ഞങ്ങളുടെ ശബ്ദമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഷാഫിയെയും രാഹുലിനെയും സ്നേഹം കൊണ്ട് പൊതിയുകയാണ്. വാക്കുകൾ കിട്ടാതെ അവർ വിതുമ്പിയപ്പോൾ ചേർത്ത് നിർത്തിയവരെയാണ് ഈ സമൂഹത്തിന് ആവശ്യം. ആശമാരുടെ ചക്കരമുത്തം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ അവിടെ തെളിയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം കുട കൊടുത്ത സുരേഷ് ഗോപി മുത്തം കൊടുത്താലും കുഴപ്പമില്ല എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞതിനൊരു മറുപടി കൂടിയാണ്. കാരണം BJP-ക്കാരുടെ മുത്തമോ തലോടലോ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് കോൺഗ്രസ് മതിയെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. എന്റെ ശബ്ദം വളരെ വികലമായിരിക്കുകയാണ് ശ്രീ രാഹുൽ MLA. കാര്യം ഞാൻ മഴ നനഞ്ഞതാണ്. ഞങ്ങളുടെ ലണ്ടനാണ് അഴിച്ചു മാറ്റിയത്. അതിനുശേഷം ഞങ്ങൾ ആ ഫുള്ളും മഴ നനഞ്ഞു. അതവിടെ നിൽക്കട്ടെ. എനിക്ക് നല്ല ഗാംഭീര്യത്തോട് തന്നെ സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ ഈ അവസ്ഥയിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പല്ലുവേദനയായിട്ട് ആശുപത്രി പോകുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇവിടെ വന്നത്. ഞാൻ കാണാൻ കൊതിച്ച് ഒരുപാട് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ നേതാക്കന്മാരെ എല്ലാം കുറ്റപ്പെടുത്തി. ഇവിടെ വരുന്ന സമയത്ത് എന്നെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു. MLA-യുടെ പോസ്റ്റുകളിലൊക്കെ തന്നെ ഇടുന്ന ഞാൻ എപ്പോഴും പോസ്റ്റ് ഇടുന്നത്. മാത്രമല്ല പാലക്കാട് ഓരോ പ്രാവശ്യവും വോട്ടെണ്ണം ഡൗൺ ആയി വരുമ്പോൾ ഞാൻ അന്നേരമൊക്കെ പറഞ്ഞത് പുലി പതുങ്ങുന്നത് കുടിക്കാനാണ് മക്കളെ എന്നാണ് എന്റെ മക്കളുടെ അടുത്ത് പറഞ്ഞത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ധീരശബ്ദം നിയമസഭയിൽ കടന്നോടിയപ്പോൾ ഞങ്ങളുടെ ശബ്ദമായിരുന്നു അത്. ഞാനിപ്പോൾ എന്റെ കണ്ണൂരിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പിടിക്കുക ചെയ്ത മൈക്ക്. കാരണം എന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ സംസാരിപ്പിക്കാത്തത്. ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ശ്രീ ഷാഫി പറമ്പിൽ MPയെയും രാഹുൽ MLA-യും ഈ വേദിയിൽ സമരവേദിയിൽ വെച്ച് കണ്ടതിന് ഞങ്ങളെ കേരളത്തിന്റെ അമ്മമാരെല്ലാവരും നല്ല ചക്കര മുത്തം തരുന്നു കേട്ടോ. ഈ മുത്തം സ്വർണ്ണലിപികളില് സ്വർണം പൂശിയ മുത്തമാണെന്നല്ലേ. അതുകൊണ്ട് ഞങ്ങളോട് വന്ന് സംസാരിച്ചപ്പോഴൊക്കെ ഞങ്ങളുടെ കണ്ണുകളാ നിറയുന്നത്. കാര്യം ഇത് യുവത്വത്തിന്റെ ശബ്ദമാണ്, ഇത് ദൃഢമായ ശബ്ദമാണ്, ദൃഢതയുള്ള ശബ്ദമാണ്, ഞങ്ങളുടെ അമ്മമാരെ ചേർത്ത് വെച്ച ശബ്ദമാണ്. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് കടപ്പാടുണ്ട്. നീ വളരണം, വളർന്നുയരണം, ഈ നാടിന്റെ ശബ്ദമായി മുഴങ്ങിക്കേൾക്കണം. ശ്രീ രാഹുൽ MLA-യുടെ ഞങ്ങൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരില് പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. ഈ സമരഭൂമിയിൽ വന്ന് ഞങ്ങളെ ഇത്രയേറെ നിരനിശ്ചയത്തോർന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഒരുപാട് താങ്ക് യു, ഒരുപാട് നന്ദി. വളരെ നന്ദി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ.